നമസ്കാരം. ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിപ്പോഴുള്ളത് UAE ദുബൈയിലാണ്. UAE ഇവിടെയുള്ള എല്ലാ പ്രവാസി മലയാളികൾക്കും അതുപോലെ തന്നെ മറ്റു രാജ്യക്കാർക്കുമൊക്കെ തന്നെ അവരുടെ നിയമപരമായ പ്രശ്നങ്ങൾക്ക് ഒരു വലിയ പരിഹാരം കാണുന്ന ഒരു വലിയ ലോ ഫേമുണ്ട്, ലീഗൽ മാക്സിംസ് കൺസൾട്ടൻസി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ സാറാണ് അതിൻ്റെ സാരഥി, അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. അപ്പോൾ അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ സാർ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ധന്യമാക്കാൻ നമ്മോടൊപ്പമുള്ള അതിഥിയും. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാൻ വരുന്നതിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. താങ്കളുടെ ഒരു പ്രവാസ ജീവിതം തുടങ്ങുക, താങ്കൾ ലീഗൽ മാക്സിംസ് എന്ന് പറയുന്ന ഒരു ലോ ഫേം, തീർച്ചയായിട്ടും UAE വളരെ പ്രശസ്തമായി നിൽക്കുന്ന ഒരു ഫേമിന് രൂപം കൊടുക്കുക. എങ്ങനെയായിരുന്നു തുടക്കം, എങ്ങനെയായിരുന്നു എന്നൊന്ന് വിശദമാക്കാം. ഞാൻ 2005 ആദ്യമായിട്ട് UAE വരുന്നത്. 2005 ഫെബ്രുവരി 2 ഇവിടെ, അതായത് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തായ മഷിക് ബാങ്കിലെ ഒരു ലോയർ, മഷിക് ബാങ്കിൻ്റെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ് എന്നെ ഇവിടെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കാണുന്നതിന് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു ചെറിയ വിസിറ്റിംഗ് കാലയളവിലേക്കാണ് വന്നത്. അതിനുശേഷം അവിടെ വന്ന ഉടനെ തന്നെ പല പരിപാടികളിലൊക്കെ പങ്കെടുത്തു, പല സെമിനാറുകളിലും മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്തപ്പോൾ ഇവിടുത്തെ UAE അല്ലെങ്കിൽ ദുബായിലുള്ള ആ ഒരു എക്സ്പോഷർ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇമ്മീഡിയറ്റായിട്ട് ഞാൻ സ്വന്തമായിട്ട് ഒരു ഓഫീസ് ഇവിടെ സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഉടനെ അതിൻ്റെ നടപടിക്രമങ്ങൾ നടത്തി. ഏകദേശം 1 വർഷത്തോളം എടുത്തു എനിക്ക് ലൈസൻസ് കിട്ടുവാനായിട്ട്. അങ്ങനെ 2006 മാർച്ചിൽ ഓഫീസ് ഇനാഗുറേറ്റ് ചെയ്തു. അന്ന് മുതൽ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ലീഗൽ മാക്സിംസ്. Legal Maxims. Discover your business potential at Dubai Expo 2020. Legal Maxims Groups provides you with the best options to build the business you have in mind at a fair price. Log on to www.legalmaxims.com. എങ്ങനെയാണ് താങ്കൾ ഇത്തരത്തിലുള്ള ഒരു സൗജന്യ സേവനത്തിലേക്ക് ചിന്തിക്കുന്നത്? അതുപോലെ തന്നെ പ്രവാസി മലയാളികൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാര മാർഗങ്ങളും എന്തൊക്കെയാണ്? പ്രവാസി മലയാളികൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിലാണ്. അതേപോലെ തന്നെ വിസ സംബന്ധമായ കാര്യങ്ങളിലും വളരെയധികം സഹായങ്ങളും നിയമോപദേശങ്ങളും അനിവാര്യമാണ്. അങ്ങനെ അതിൽ പ്രവാസികളെന്ന് പറയുമ്പോൾ വളരെയധികം ഈ തൊഴിൽ മേഖലയിലുള്ളവർ പലരും വളരെ സാമ്പത്തികമായി ഇവിടുത്തെ അറിയാമല്ലോ, ഇവിടുത്തെ ലീഗൽ ഫ്രറ്റേണിറ്റി ഏജ് നോക്കുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒരു നിയമസഹായം വക്കീലന്മാരുടെ ഇടയിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിക്ക് വളരെ സാമ്പത്തിക ബാധ്യത വരുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് പലർക്കും നിയമ നടപടികൾക്ക് അല്ലെങ്കിൽ നിയമസഹായം കിട്ടുന്നതിന് വളരെ അപൂർവമായിട്ടേ സാധിക്കുന്നുള്ളൂ. നമ്മളൊരു കോർപ്പറേറ്റ് ലോ ഫേമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കോർപ്പറേറ്റ് ലോ ഫേം എന്ന് പറയുമ്പോഴത്തേനും മിക്കവാറും കമ്പനികളാണ് നമ്മളുടെ പ്രധാന കക്ഷികൾ. അതിനിടയിൽ ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ട് നമ്മൾ എന്തെങ്കിലും നിയമ സഹായങ്ങൾ അല്ലെങ്കിൽ നിയമോപദേശങ്ങൾ നൽകണമെങ്കിൽ അത് പരിപൂർണമായും സൗജന്യമായി നൽകണമെന്നുള്ള ഒരു പോളിസി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തൊഴിൽ സംബന്ധമായിട്ടുള്ള വ്യക്തികൾക്ക് ഇവിടെ കൂടുതലായിട്ട് വരുന്നത് തൊഴിൽ സംബന്ധമായ കേസുകൾ, അല്ലെങ്കിൽ വിസ സംബന്ധമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചില ചെക്ക് കേസുകൾ, ഇങ്ങനെയുള്ള വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ വ്യക്തികൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അത് മുഴുവൻ പൂർണ്ണമായിട്ടും നമ്മൾ സൗജന്യമായിട്ടാണ് ഇപ്പോൾ സേവനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പ്രവാസ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ജോലിയുമായി എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുമായി എത്തുമ്പോൾ ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ദുബായിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പരിപൂർണമായും നിയമത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ തന്നെ
ചിട്ടപ്പെടുത്തിയിരിക്കുന്ന സംവിധാനമാണ്. ഏത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അത് നിയമപരമായ ഒന്നല്ലെങ്കിൽ മറ്റൊരു നിയമത്തിൻ്റെ കീഴിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഏത് കാര്യത്തിലേക്ക് പോകുന്നതിനും ഒരു നിർദ്ദേശങ്ങൾ എടുക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് ജോലി സംബന്ധിച്ച് പോകുന്ന കാര്യങ്ങളാണെങ്കിലും ബിസിനസ് തുടങ്ങുന്ന കാര്യത്തെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് വിധത്തിലുള്ള ഒരു നീക്കങ്ങൾക്ക് വേണ്ടിയും മുന്നിട്ടിറങ്ങുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു ലോയറെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ലീഗൽ കൺസൾട്ടൻറ്റിനെ കണ്ടിട്ട് അത്യാവശ്യം അതിൻ്റെ ഉപദേശം എടുക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ പ്രവാസികളിൽ ബഹുഭൂരിപക്ഷവും എസ്പെഷ്യലി മലയാളികളുടെ ഇടയിൽ നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗവും ജോലിക്കാർ തന്നെയാണ്. അവർ ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവരുടെ വിസ കാര്യങ്ങൾ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് ഒപ്പിടുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് ഒപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം ശ്രദ്ധിക്കണം, എത്ര കാലത്തേക്കാണ് ഈ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റിൻ്റെ കാലാവധി വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒരു മിനിമം അവയർനെസ് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ മറ്റു വിധത്തിലുള്ള ഒരു അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. കാരണം ഏതൊക്കെ രാജ്യങ്ങളിലാണ് നമ്മുടെ ശൃംഖല വളർന്നിരിക്കുന്നത്? ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മളിപ്പോൾ കൂടുതൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയിലാണ്. അതിൽ ഏകദേശം 120ഓളം രാജ്യങ്ങളിൽ നമുക്കിപ്പോൾ അസോസിയേറ്റ് ഓഫീസറുണ്ട്. കാരണം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് തന്നെ ഒരു ഇൻ്റർനാഷണൽ ലോയുടെ കീഴിൽ വരുന്നതാണ്. അത് വേൾഡ് വൈഡ് അതിൻ്റെ സർവീസ് ആവശ്യമായി വരുന്നതാണ്. ഇപ്പം ദുബായിലെ ഓഫീസിൽ നിന്ന് ഏകദേശം 120 രാജ്യങ്ങളിൽ നമ്മൾ സർവീസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നിയമപരമായിട്ടുള്ള ഫുൾ ഫ്ലഡ്ജ്ഡ് ലീഗൽ സർവീസിന് കൊടുക്കുന്നത് ഇന്ത്യയിലും UAE-യിലും പിന്നെ ഇപ്പോൾ നിലവിലുള്ളത് UK-യിലും മാത്രമാണ്. UK-യിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. UK-യിൽ നമുക്ക് ഡയറക്റ്റ് ഓഫീസുണ്ട്, നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്ലയൻറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ബഹിരാഷ്ട്ര എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഒരുവിധം ക്ലയൻറ്റ് നമുക്കിപ്പോഴുണ്ട്. യൂറോപ്യൻസ്, US, പിന്നെ മറ്റുള്ള മിഡിൽ ഈസ്റ്റ് കൺട്രികൾ മിക്കവാറും നമുക്ക് ക്ലയൻസ് ഉണ്ട്. ഇന്ത്യൻസിൻ്റെ ഇടയിൽ നോക്കുകയാണെങ്കിൽ മലയാളികൾ ഏറെ നമ്മളുടെ കൂടെ ഉണ്ട്. പിന്നെ UAE നാഷണൽസ് ധാരാളം പേരുണ്ട്. അവർ നമ്മളുടെ ഒരു നല്ലൊരു ഗ്രൂപ്പ് നമ്മുടെ സ്പോൺസർഷിപ്പിലുണ്ട്. അതുകൂടാതെ ധാരാളം നമ്മുടെ ക്ലയൻറ്റ് എന്നുള്ള നിലയ്ക്കുണ്ട്. ഒരുവിധം നല്ല കമ്പനികൾ തന്നെ ധാരാളം കമ്പനികൾ നമ്മളുടെ ക്ലയൻറ്റലായിട്ട് വന്നിട്ടുണ്ട്. Legal Maxims. Legal Maxims. Discover your business potential at Dubai Expo 2020. Legal Maxims Groups provides you with the best options to build the business you have in mind at a fair price. Log on to www.legalmaxims.com. അപ്പോൾ ഇവരൊക്കെ തന്നെയും താങ്കളുടെ കമ്പനിയുമായി അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ എന്ന് പറയുന്ന താങ്കളെ ബന്ധപ്പെടുന്നതിനുള്ള വഴികൾ എന്തൊക്കെയാണ്? അവർക്ക് എങ്ങനെയാണ് താങ്കളെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നത്? കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? മുഖ്യമായിട്ടും അതിൻ്റെ സോഴ്സ് വരുന്നത് നമ്മൾ സർവീസ് ചെയ്യുന്ന കമ്പനികളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക്, എംപ്ലോയീസിന് തന്നെ നമ്മളെക്കുറിച്ച് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ കമ്പനിയിൽ നിന്ന് തന്നെ വ്യക്തികൾക്ക് എന്തെങ്കിലും അവിടുത്തെ സ്റ്റാഫിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അതുകൂടാതെ പിന്നെ നമ്മൾ മറ്റ് മീഡിയാസ് വഴി നമ്മൾ അത്യാവശ്യം അഡ്വർടൈസ്മെൻറ്റ് പബ്ലിസിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ റേഡിയോ, TV അങ്ങനെയുള്ള മറ്റ് മാധ്യമത്തിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂസുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അത്യാവശ്യം പരിപാടികളുണ്ട്. പക്ഷേ ഇപ്പോൾ പൊതുപരിപാടികളിലൊന്നും അങ്ങനെ പങ്കെടുക്കാറില്ല. നേരത്തെ തുടങ്ങിയ കാലത്തൊക്കെ പല പരിപാടികളും പങ്കെടുത്ത് ഇപ്പോൾ ഈ ഉത്തരവാദിത്തങ്ങൾ കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെയുള്ള സോഷ്യൽ ആക്ടിവിറ്റിയിൽ നിന്ന് കുറയ്ക്കേണ്ട സാഹചര്യം വന്നിട്ട് അതിന് നിർബന്ധിതമാകുന്ന സാഹചര്യത്തിൽ കുറച്ച് നിൽക്കുകയാണ്. പക്ഷേ ഇങ്ങനെയുള്ള പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പങ്കെടുക്കാറുമുണ്ട്. സാർ, ഇപ്പോൾ UAE സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിൽ തേടി വരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്, അവർക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു പുതിയ ബിസിനസ് സംരംഭങ്ങൾ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊന്ന് പറയാം? ആദ്യമായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടതും ഒരു ലോക്കൽ സ്പോൺസറാണ്. ഒരു പരിപൂർണമായും വിശ്വസനീയമായ ഒരു സ്പോൺസറെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പാതി പ്രതിബന്ധങ്ങൾ
കഴിഞ്ഞു. അവിടെ നിന്ന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ അനായാസേന നടത്താൻ കഴിയും. അതായത് ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സുകളെല്ലാം നമുക്ക് PRO സർവീസുകൾ, ഇപ്പം നമ്മൾ അതെല്ലാം അതിൻ്റെ ഫുൾ സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള PRO സർവീസ്, ഡോക്യുമെൻ്റ് ക്ലിയറിംഗ് സർവീസുകളെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. ഈ ബിസിനസ് തുടങ്ങുന്നതിന് ആദ്യമായിട്ടും അവസാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ലൊരു സ്പോൺസറെ കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്പോൺസറെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സ്പോൺസറെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഒരു തലവേദന നേരിടേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ചെയ്യേണ്ട ഓരോ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് അതെല്ലാം നമുക്ക് ഇവിടെ മറ്റുള്ള സർവീസ് സെൻറ്ററുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് കൺസൾട്ടൻ്റ് ഭാഗത്തു നിന്നോ കിട്ടും. ഈ ഏറ്റവും പ്രഥമമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്പോൺസറെ കണ്ടെത്തുക, നല്ലൊരു വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സ്പോൺസറെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. സാർ, ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇൻഡിവിജ്വൽ ബിസിനസ് ചെയ്യുന്നവരെക്കാൾ കൂടുതൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരാണ് കൂടുതലും. ഈ പങ്കാളിത്ത ബിസിനസ്സിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് പറയാം. UAE ബിസിനസ് സെറ്റപ്പ് അനുസരിച്ചിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള ഒരു ലീഗൽ ഫോം ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു സ്പോൺസറും ബാക്കി എക്സ്പെർട്ടീസും അടങ്ങുന്ന ഒരു പാർട്ട്ണർഷിപ്പ് സംവിധാനമാണ്. അതാണ് കൂടുതലും അഡ്വൈസബിൾ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഉള്ളത് 100% സ്പോൺസറുടെ പേരിൽ തന്നെ കമ്പനി സെറ്റ് ചെയ്യുക, അയാളുടെ പേരിൽ തന്നെ അത് നിലനിർത്തുക, ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനേക്കാൾ നല്ലത് ഈ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ഫോം ചെയ്യുന്നതാണ്. അതിൽ 51% സ്പോൺസറുടെ ഷെയറും 49% പ്രവാസികളുടെ ഷെയറുമായിട്ടാണ്, എക്സ്പെർട്ടീസ് ഷെയറുമായിട്ടാണ് വരുന്നത്. അതിൽ തന്നെ ഈ 49% എക്സ്പെർട്ടീസ് ഷെയറിൽ തന്നെ ഒന്നിലധികം പാർട്ട്നേഴ്സ് ഉണ്ടാവും. അവർ 2-3 പേര് കൂടിയിട്ടായിരിക്കും ഈ കമ്പനി റൺ ചെയ്യുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തുടങ്ങുന്നതിന് മുമ്പ് കമ്പനി സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ഇൻറ്റേർണൽ അറേഞ്ച്മെൻറ്റ്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ബിസിനസ് റൺ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടാക്കണം, ഒരുക്കണം, ഓരോരുത്തർക്കും ഏതെല്ലാം റോളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്, ഓരോരുത്തരുടെയും പങ്ക് എങ്ങനെയാണ്, ഓരോരുത്തരുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, ഓരോരുത്തരുടെയും പ്രോഫിറ്റ് എത്രയാണ്, ഇതെല്ലാം നിഷ്കർഷിച്ചുകൊണ്ടുള്ള ഒരു എഗ്രിമെൻറ്റ് ആദ്യമായിട്ട് തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതായത് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു നിയമപരമായിട്ടുള്ള ഒരു മെമ്മോറാണ്ടം ഉണ്ടാക്കുന്നുണ്ട്. ആ മെമ്മോറാണ്ടത്തിന് ലിമിറ്റഡ് സ്കോപ്പേ ഉള്ളൂ. അതിൽ ഒരു ഡിഫോൾട്ട് എഗ്രിമെൻ്റാണ്. അതിൽ മാനേജ്മെൻറ്റ് സംബന്ധമായ അധികം കാര്യങ്ങളൊന്നും പ്രതിപാദിക്കുന്നില്ല. അപ്പോൾ ഓരോ പാർട്ട്നേഴ്സും അവർ തമ്മിൽ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്, ആരൊക്കെ ഏതൊക്കെ പങ്കാണ് വഹിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന വിധത്തിലുള്ള ഒരു എഗ്രിമെൻറ്റ് വളരെ അത്യന്താപേക്ഷിതമാണ്. ആ എഗ്രിമെൻ്റ് ഉണ്ടാക്കി ഓരോരുത്തരുടെയും പങ്ക് നിശ്ചയിച്ചിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ആ കമ്പനി വളരെ കാലം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധാരണഗതിക്ക് കഴിയും. എൻ്റെ അനുഭവങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 80% കേസുകളും ഞാൻ കൈകാര്യം ചെയ്യുന്നത് ഈ പാർട്ണർഷിപ്പ് സംബന്ധമായിട്ടുള്ള തർക്കങ്ങളാണ്. അത് സഹോദരന്മാർ തമ്മിലാണെങ്കിലും, പിതാവും മക്കളും തമ്മിലാണെങ്കിലും, ഭാര്യയും ഭർത്താവുമായിട്ടാണെങ്കിലും, സുഹൃത്തുക്കൾ തമ്മിലാണെങ്കിലും, പിന്നീട് വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇതെല്ലാം സ്റ്റിപ്പുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ കാര്യമായ പ്രതിസന്ധികളില്ലാതെ നല്ല നിലയ്ക്ക് ബിസിനസ് ചെയ്തുകൊണ്ട് പോകാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കളുടെ ഫ്യൂച്ചർ പ്ലാൻ ലീഗൽ മാക്സിംസ് കൺസൾട്ടൻസി എന്ന് പറയുന്ന ലോ ഫേമിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ കൂടെ ഇപ്പോൾ നിലവിൽ ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ ദുബായ്, റാസൽ ഖൈമ, പിന്നെ UK ആണ് ഉള്ളത്. ഇപ്പോൾ മലേഷ്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ GCCയിൽ ഖത്തറും കുവൈറ്റിലും ഓഫീസ് തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കുറച്ചുകൂടി വിപുലീകരിച്ച് കുറച്ചും കൂടി വ്യാപകമായ വിധത്തിൽ സർവീസ് നടത്തണം.
അതിലുപരി ഒരു ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അത് അങ്ങനെ സർവീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ പറയുന്ന GCC രാജ്യങ്ങളിൽ എല്ലായിടത്തും വ്യക്തികൾക്ക് പരിപൂർണമായ സേവനം പൂർണ്ണമായും സൗജന്യമായി നൽകണമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലുള്ള ഐഡിയ. അതിപ്പോൾ നിലവിലിപ്പോൾ ദുബായിൽ നിന്ന് അല്ലെ UAE നിന്ന് ചെയ്യുന്ന അതേ അർത്ഥത്തിൽ തന്നെ മറ്റു രാജ്യങ്ങളിലും ചെയ്യണമെന്നാണ് ഇപ്പം നമ്മൾ ഒരു പോളിസിയാണ് കമ്പനി. സാർ, ഇപ്പോൾ ഇനിയിപ്പോൾ താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വക്കീൽ കുടുംബം തന്നെയാണ് കേരളത്തിലായാലും ഇവിടെ ആയാലും. താങ്കളോടൊപ്പം ഒരുപാട് കുടുംബാംഗങ്ങൾ ഒരുപാട് പേര് ഈ ഒരു മേഖലയിൽ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ താങ്കളുടെ കുടുംബത്തിൽ ആരൊക്കെയാണ് ഒപ്പമുള്ളത്? അതിനെക്കുറിച്ചൊന്ന് വിശദമാകും. ലീഗൽ മാക്സിംസ് ഞാൻ മാനേജിങ് ഡയറക്ടറാണ്. ഇവിടെ എൻ്റെ ഭാര്യ ഇതിൻ്റെ ഒരു ഡയറക്ടറാണ്, അഡ്വക്കേറ്റ് മുംതാസ് ഷറഫുദ്ദീൻ. പുള്ളിക്കാരത്തിയാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. പിന്നെ ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ എൻ്റെ മൂത്ത സഹോദരൻ അഡ്വക്കേറ്റ് മുഹമ്മദ് യൂസഫ്. അദ്ദേഹം കൊച്ചി ഓഫീസിലാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും എൻ്റെ ഒരു സിസ്റ്ററും ഇതിൻ്റെ ഡയറക്ടേഴ്സായിട്ടാണ് ഞങ്ങളിത് കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നിലവിലുള്ള ആ കമ്പനിയുടെ സെറ്റപ്പ്. പിന്നെ ബാക്കിയുള്ള സഹോദരങ്ങളെല്ലാവരും പല സ്ഥലങ്ങളിലായിട്ട് ഓരോ ഓഫീസിൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള സേവനത്തിലും വ്യാപൃതരാണ്. സാറേ, ഇപ്പോൾ താങ്കളുടെ ഒരു വക്കീൽ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു. താങ്കളുടെ സ്വന്തം കുടുംബത്തിലേക്ക് എത്തുമ്പോൾ വൈഫ് വക്കീലാണ്, എന്നിരുന്നാലും കുട്ടികൾ ആരൊക്കെയാണ്, അവരുടെ വിവരങ്ങൾ? എനിക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്ത മോള് ദുബായ് ഇന്ത്യൻ സ്കൂളിൽ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അവളുടെ പേര് നൈഷ സെന്ന. മോൻ 7 വയസ്സായി, ദുബായ് ഇന്ത്യൻ സ്കൂളിൽ തന്നെ 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. പേര് ഇഷാൻ ഷറഫുദ്ദീൻ. Legal Maxims. Legal Maxims. Discover your business potential at Dubai Expo 2020. Legal Maxims Groups provides you with the best options to build the business you have in mind at a fair price. Log on to www.legalmaxims.com. സാറേ, ഇപ്പോൾ താങ്കളുടെ വൈഫും താങ്കളും താങ്കളുടെ ജ്യേഷ്ഠന്മാരും കുടുംബം മുഴുവൻ ഏകദേശം 9 വക്കീലന്മാരുണ്ട്. കുട്ടികളെയും ആ മേഖലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ, അതോ അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? കുട്ടികൾക്ക് ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. കുട്ടികൾ അവരുടെ സ്വന്തം വഴികൾ കണ്ടെത്തണമെന്നുള്ള ഒരു ആഗ്രഹക്കാരനാണ്. പിന്നെ അവരെല്ലാവരും ഇപ്പോൾ തന്നെ ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള നിലയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മോനാണെങ്കിലും വളരെ ക്രിയേറ്റീവാണ്. അല്ല, എന്താണ് ക്രിയേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഏത് മേഖലയിലാണ്? അപ്പം കുറച്ചും കൂടി ഒരു എൻജിനീയറിംഗ് ലെവലിൽ ഒരു താല്പര്യം കാണിച്ചിട്ടാണ് ഇപ്പോൾ തന്നെ അദ്ദേഹം മോൻ ഈ ക്ലേ മോഡലിങ് അങ്ങനെയുള്ള പല മോഡലിങ് മോൻ സ്വന്തമായിട്ടത് കണ്ടുപിടിച്ച ഒരു മേഖലയാണ്. നമ്മളാരും ഇതിനു വേണ്ടി യാതൊരുവിധ സപ്പോർട്ടോ അല്ലെങ്കിൽ യാതൊരു പ്രചോദനവും നൽകിയിട്ടില്ല. അത് മോൻ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 3 വയസ്സ് മുതൽ ഭാര്യ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് കളിക്കാൻ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ വേണ്ടി കുട്ടികൾ ഈ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഈ മാവ് കുഴച്ച് കയ്യിൽ കൊടുക്കും, അവിടെ ഉരുട്ടി എവിടെയെങ്കിലും ഇരിക്കാൻ വേണ്ടി. അങ്ങനെ കൊടുത്ത് ശീലിപ്പിച്ചു. അവിടെ നിന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് പുള്ളിക്കാരനത് സ്വയമേവ ഡെവലപ്പ് ചെയ്തു. പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേനും ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ക്ലേ റെഡിമെയ്ഡ് ക്ലേ ലഭ്യമാണ്. അത് വാങ്ങിച്ചു കൊടുത്ത് സ്വന്തമായിട്ട് തന്നെ പുള്ളിക്കാരൻ അത് ക്രിയേറ്റ് ചെയ്ത് വളരെ ഇൻസ്ട്രക്ടർ ഇല്ല നാളിതുവരെ യാതൊരുവിധ ഒരു പരിശീലനം കൊടുക്കുകയോ ഒരു ഇൻസ്ട്രക്ടറെ കണ്ടെത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. മോനെ കൊണ്ട് ക്ലേ മോഡലിങ്ങിന് ചില അവരുടെ ഒരു ആർട്ട് സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിൽ ക്ലേ മോഡൽ മോനെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഇവർ എല്ലാ ക്ലാസ്സുകളിലും കൊണ്ട് എക്സിബിറ്റ് ചെയ്യിക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഒരു ആർട്ട് സെഷൻ ഉണ്ട്. ആ ദിവസം ഇവനെ കൊണ്ട് ഏതെങ്കിലും ഒരു മോഡൽ എന്തെങ്കിലും ഒരു സാധനം ഓൺ ദ സ്പോട്ടിൽ ഉണ്ടാക്കും. എന്നിട്ട് അതൊരു ട്രെയിൽ വെച്ചിട്ട് എല്ലാ ക്ലാസ്സിലും കൊണ്ടുപോയി പ്രദർശിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ ക്ലേ മോഡലിംഗിൽ എനിക്ക് തോന്നുന്നു ദുബായ് ഇന്ത്യൻ സ്കൂളാണ്. ദുബായ് ഇന്ത്യൻ സ്കൂളാണ്. അവിടെ ഒരാൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ താരമായിട്ടല്ലേ? അപ്പോൾ ഇഷാൻ ഷറഫുദ്ദീൻ്റെ ക്ലേ മോഡലിങ്ങിൻ്റെ കുറച്ച് ഒരു കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം.
സന്തോഷം. കാരണം ഇഷാൻ ഷർഫുദ്ദീൻ ചെയ്ത കുറച്ച് മോഡലുകൾ വളരെ കളർഫുള്ളായിരുന്നു. സാധാരണ കളർ ചേർത്തിട്ടുള്ള ക്ലേ ആണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കണ്ടതല്ലേ. അദ്ദേഹത്തിൻ്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് സ്നേക്കും ഡൈനോസറും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇഷാൻ ചെയ്തത്. പക്ഷേ ഇതിനൊരു അരങ്ങ് കൂട്ടിയത് എല്ലാവരും കൂടെ ചേർന്നപ്പോഴാണ്. കാരണം ഇഷാൻ മാത്രമല്ലായിരുന്നല്ലോ, നമുക്ക് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അത് ചെയ്തത്. ഇനി സാറിൻ്റെ മകളുടെ ഇതുപോലുള്ള എന്തെങ്കിലും ക്ലേ മോഡലിങ്ങിന് വല്ല താല്പര്യമുണ്ടോ മകൾക്ക്? മകള് ക്ലേ മോഡലിംഗ് അവൾ മോൻ്റെ കൂടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്ത് അവൻ തന്നെയാണ് അതിൻ്റെ ഇൻസ്ട്രക്ടർ. മോളെ പഠിപ്പിക്കുന്നത് മോനാണ്, ചെയ്യാറുണ്ട്. അതിനേക്കാൾ ഉപരി മോൾക്ക് താല്പര്യം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ വരുന്നത് മ്യൂസിക്കാണ്. മ്യൂസിക് മീൻസ് പാട്ട് പാടും, പിന്നെ ഗിറ്റാർ വായിക്കും, പ്ലേ ചെയ്യും. ഗിറ്റാർ പ്ലേ ചെയ്യും. പാട്ടെന്ന് പറയുമ്പോൾ എല്ലാ കർണാട്ടിക് മ്യൂസിക് ആണോ അതോ വെസ്റ്റേൺ? മോള് കൂടുതലായിട്ടും വെസ്റ്റേൺ മ്യൂസിക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതും അവൾ പഠിച്ചതല്ല, സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് സ്വന്തമായിട്ട് അത് ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ ഒരു ക്ലേ മോഡലിംഗ് കഴിഞ്ഞു. ഇനി സാറിൻ്റെ മകളുടെ ഒരു ഗാനം നമുക്ക് കേൾക്കാം, തിരിച്ചു വരാം. Sometimes you think you'll be fine by yourself, 'cause a dream is a wish that you make all alone. It's easy to feel like you don't need help, but it's harder to walk on your own. It'll change inside when you realize the world comes to life and everything's bright from beginning to end when you have a friend by your side that helps you to find the beauty you are when you open your heart and believe in the gift of a friend. The gift of a friend. സാറേ, നമ്മളൊരു ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രേക്ഷകർ വിലയിരുത്തിയിട്ടുണ്ട്. കാരണം സാറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. കാരണം ദൈവം താങ്കൾക്ക് അനുഗ്രഹിക്കപ്പെട്ട 2 കുട്ടികളെയാണ് തന്നത്. കാരണം ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക, അവർ സ്വന്തമായി ചില കഴിവുകൾ പ്രകടിപ്പിക്കുക. ക്ലേ മോഡലിംഗ് വളരെ രസകരമായിരുന്നു എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. പക്ഷേ സംഗീതം നമുക്ക് ഇപ്പം ഇതിൻ്റെ ഷഡ്ജ് എവിടെയാണ്, അതിൻ്റെ സംഗതി പോയോന്നൊന്നും നമുക്ക് പറയാറില്ല. പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് സോങ് വളരെ നന്നായി ഫീൽ ചെയ്തു എന്നുള്ളതാണ്. സാർ, ഇനിയിപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, ഈ എപ്പിസോഡ് കാണുന്ന പ്രേക്ഷകരോട്, പ്രത്യേകിച്ച് പ്രവാസി മലയാളികളോട് താങ്കൾക്ക് പറയാനുള്ള ഒരു നിർദ്ദേശം എന്തായിരിക്കും? പ്രവാസികളായ മലയാളികളോട് എനിക്ക് മുഖ്യമായും പറയാനുള്ളത്, ഏത് സംരംഭത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പും ആവശ്യമായ നിയമ ഉപദേശം സ്വീകരിക്കുക. നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഇവിടുത്തെ UAE-യിലെ വിവിധ തരത്തിലുള്ള നിയമ സംവിധാനത്തെക്കുറിച്ച് അവെയറായിരിക്കുക. ആ നിയമം അനുസരിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുവാൻ തയ്യാറാവുക. അതാണ് എനിക്ക് മുഖ്യമായിട്ടും പ്രവാസികളോട് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ താങ്കളുടെ വൈഫിൻ്റെ 2 വാക്കുകൾ പ്രസക്തമാണ്. നമുക്കത് കണ്ടാലോ? ഞാൻ മുംതാസ് ഷർഫുദ്ദീൻ, ലീഗൽ മാക്സിംസ് കൺസൾട്ടൻസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഞങ്ങളുടെ കമ്പനി കോർപ്പറേറ്റ് ലീഗൽ സെക്ടറിൽ എല്ലാ സേവനങ്ങളും ചെയ്യുന്നുണ്ട്. അതായത് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ, ബ്രാൻഡ് രജിസ്ട്രേഷൻ, അതുപോലെ ബിസിനസ് സെറ്റപ്പ്, കമ്പനി ഫോർമേഷൻ ഇൻ UAE, അതുപോലെ ഫ്രീ സോൺസിലും ചെയ്യുന്നുണ്ട് ഞങ്ങൾ. അതുപോലെ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ് സർവീസസ് ചെയ്യുന്നുണ്ട്. പിന്നെ HR കൺസൾട്ടൻസി ചെയ്യുന്നുണ്ട്.
അങ്ങനെ പിന്നെ PRO സർവീസസ് അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം 20ഓളം സ്റ്റാഫുകളുണ്ട് കമ്പനിയിൽ. പല നാഷണാലിറ്റീസും ഉണ്ട്, മലയാളീസും ഉണ്ട്, അതുപോലെ വിവിധ നാഷണാലിറ്റീസ് ഉണ്ട്. പിന്നെ വളരെ നന്നായിട്ട് പോകുന്നു കമ്പനി. എല്ലാവരും വളരെ കോപ്പറേറ്റീവാണ് സ്റ്റാഫൊക്കെ. ഫാമിലി മാറ്റേഴ്സ് വളരെ അധികമാണ് ഇവിടെ. മാട്രിമോണിയൽ പ്രോബ്ലംസ് വളരെ അധികമാണ്. അപ്പോൾ പലപ്പോഴും അതിൻ്റെ അഡ്വൈസ് ചോദിക്കാറുണ്ട്. ചില കേസസ് ആണെങ്കിൽ നാട്ടിൽ ഫയൽ ചെയ്യാനുള്ളതാണ്, പക്ഷേ അവർക്ക് ലീഗൽ അഡ്വൈസ് നമ്മൾ കൊടുക്കാറുണ്ട്. പലപ്പോഴും സൗജന്യമായിട്ട് തന്നെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അല്ലാതെ ലേബർ ഇഷ്യൂസ് ഇവിടെ വളരെ കൂടുതലാണ്. ലേബർ ആണെങ്കിലും കൂടുതലും പലരും നമ്മുടെ നമ്പർ കണ്ടിട്ട് ഫോൺ ചെയ്ത് ചോദിക്കും. കൂടുതലും പലപ്പോഴും ഫ്രീ സർവീസ് ചെയ്തു കൊടുക്കുന്നതായിട്ട് നമ്മൾ സൗജന്യമായിട്ടാണ് പലപ്പോഴും ലീഗൽ സർവീസസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. സർ, എന്തായാലും വളരെ സന്തോഷം. താങ്കളുടെ വൈഫും കൃത്യമായി മറുപടി പറഞ്ഞു. ലീഗൽ മാക്സിംസ് കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ച് ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും വളരെ വ്യക്തമായിരുന്നു. ഇത്രയും സമയം, താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങളുമായി ചെലവഴിച്ചതിലും നിയമസംബന്ധമായുള്ള കുറേ കാര്യങ്ങൾക്ക് മറുപടി കൊടുത്തതിലും ഞങ്ങളുടെ ഹൃദയംഗമായി നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.